തിരുവല്ലോമല പാമ്പാടി ഐവർമഠം മഹാശ്മശാനത്തിൽ ലോകവിസ്മയമായ കളിയാട്ടം ഡിസംബർ 25 അരങ്ങേറുന്നു. ചുടലയ്ക്കുള്ളിൽ ചുടലഭദ്രകാളിയാടുന്ന ലോകത്തെ ഏകസ്ഥാനമായ ഇവിടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ചുടലഭദ്രകാളി, പൊട്ടൻ തെയ്യം എന്നിവ പൈതൃക ശ്മശാന ഭൂമിയിൽ കെട്ടിയാടും. ഐവർമഠത്തിലെ ഈ അത്യപൂർവ അനുഷ്ഠാനം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ 25ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 2025 ഡിസംബർ 18 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കടുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാണ് യജ്ഞത്തിന് തിരിതെളിഞ്ഞത്. താൽപ്പൊലിയുടെയും നാമജപവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവാനെ എഴുന്നള്ളിച്ച് സപ്താഹയജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചതോടെ 8 ദിവസം നീണ്ടുനിൽക്കുന്ന ആത്മീയ സംഗമത്തിന് ഔദ്യോഗികമായ തുടക്കമായി. യജ്ഞാചാര്യൻ ഗുരുവായൂരപ്പദാസൻ ബിജു ഗോപാലകൃഷ്ണനെ യജ്ഞവേദിയിലേക്ക് ആനയിച്ച ശേഷം വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്ര മേൽശാന്തി പുതുമന ശ്രീ രവി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. സപ്താഹയജ്ഞം ഇന്ന് അന്തിമഹാകാളങ്കാവ് വേല കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരാഘോഷമായി മാറിയിരിക്കുകയാണ്. മാറി മാറി വരുന്ന ക്ഷേത്രക്ഷേമ സമിതികൾ നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ ഭംഗിയായി നടത്തുന്നതിന് ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണമെന്നോണമാണ് ഈ പരിപാടിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ ജനപങ്കാളിത്തം. ഗുരുവായൂരപ്പദാസൻ ശ്രീ ബിനു ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് ഈ ഗുരുവായൂരപ്പദാസൻ എന്നുള്ള ആ ബഹുമതി എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ചെറിയ 2 വാചകങ്ങളോട് ഞാൻ ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. കോഴിക്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അനുവാചകർ അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയിൽ ആകർഷകരായിട്ട് അവിടെ കൂടിയിരുന്ന ആ ക്ഷേത്ര സന്നിധിയിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് ഈ കീർത്തി മുദ്ര, അതായത് ഗുരുവായൂരപ്പദാസൻ എന്ന വിശേഷണ പദം അദ്ദേഹത്തിൻ്റെ പേരോടുകൂടി ചേർത്തിട്ടുണ്ട്. ഡിസംബർ 25 വരെ നീണ്ടുനിൽക്കുന്ന യജ്ഞത്തിൽ ദിവസവും ഗണപതി ഹോമം, ഭാഗവത പാരായണം, പ്രഭാഷണം, പ്രസാദൂട്ട്, വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 23, 24 തീയതികളിൽ ഭക്തി നിർഭരമായ കലവറ നിറയ്ക്കൽ ചടങ്ങും സമാപന ദിവസമായ 25-ന് സാംസ്കാരിക സദസ്സും മഹാ അന്നദാനവും നടക്കും. ലോകനന്മയും ഭഗവത് കൃപയും ലക്ഷ്യമാക്കി നടത്തുന്ന ഈ സപ്താഹ പുണ്യവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രോപദേശക സമിതി അറിയിച്ചു. CCV ന്യൂസ്, ചേലക്കര.